1,00,00,000 രൂപ ചെലവിട്ടാണ് 2006-ൽ KSEB ലോവർ മീൻമുട്ടിയിൽ ഹൈഡൽ ടൂറിസം പദ്ധതി നടപ്പാക്കിയത്. പക്ഷേ ഇന്ന് KSEB തിരിഞ്ഞു നോക്കാതായി. സഞ്ചാരികൾക്ക് ആസ്വദിക്കാനൊരുക്കിയ ബോട്ടും പാർക്കുമെല്ലാം കിടന്ന് നശിച്ചു കഴിഞ്ഞു. മനോഹരമായ പ്രദേശത്ത് ഒരു സൗകര്യങ്ങളും ഇല്ലാതായതോടെ അവധി ദിവസം പോലും ആരും എത്താതായി. ബോട്ടിൻ്റെ കംപ്ലൈൻറ്റ് വന്ന ലൈസൻസ് കട്ടായി. പിന്നെ പുതിയ ബോട്ട് ഇറക്കിയിട്ടില്ല. പുതിയ ഒരു പ്രോജക്റ്റ് ഇവിടെ വന്നിട്ടില്ല. പിള്ളേർക്ക് കളിക്കാനോ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല. അവസ്ഥയെല്ലാം അറിയാമെങ്കിലും മീൻമുട്ടി ഹൈഡൽ ടൂറിസം പദ്ധതി പരിപാലിക്കാൻ KSEB താല്പര്യം കാണിക്കുന്നില്ല. ഇത് ഇങ്ങനെ നശിച്ച് പോകുന്നതിലുള്ള നാട്ടുകാരെന്ന നിലയിൽ എനിക്ക് വളരെ വേദനയുണ്ട്. കാരണം ഒരു പ്രസ്ഥാനം ഉയർന്നു വരുമ്പോഴാണ് അതിൻ്റെ മഹിമയുണ്ടാകുന്നത്. ശോചനീയാവസ്ഥ അറിയാതെ എത്തുന്ന സഞ്ചാരികൾ വഴി പ്രതിമാസ വരുമാനം ചിലപ്പോൾ 1000 രൂപ ലഭിക്കും. പക്ഷേ ചെലവ് 30,000-ഓളം രൂപയാണ്. നിർദ്ദിഷ്ട ബോണക്കാട് പൊന്മുടി ടൂറിസം പദ്ധതിയിൽ ലോവർ മീൻമുട്ടിയെയും ഉൾപ്പെടുത്തിയാൽ ഈ പദ്ധതി രക്ഷപ്പെടും. തുടങ്ങുന്നതിന് കാണിച്ച താല്പര്യം പിന്നീട് വന്ന ഭരണ നേതൃത്വം കാണിക്കാത്തതിൻ്റെ ഗതികേടാണ് നാം ഈ കാണുന്നത്. ടൂറിസം വികസനത്തിനായി ഇന്നാട്ടുകാരും കാത്തിരിക്കുന്നു. ലോവർ മീൻമുട്ടിയിൽ നിന്നും ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.